ഹായ് ഫ്രണ്ട്സ്, LP-UP സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് കേരള നവോത്ഥാനം എന്ന ഭാഗത്ത് ഇനി നമുക്ക് രണ്ടാളുകളെ കൂടിയാണ് സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ടുള്ളത്. അതിലൊന്ന് വാഗ്ഭടാനന്ദനും മറ്റൊരാൾ സഹോദരൻ അയ്യപ്പനുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ വാഗ്ഭടാനന്ദനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് വരാം. വാഗ്ഭടാനന്ദൻ അദ്ദേഹം ജനിച്ചത് 1885 ഏപ്രിൽ മാസം 27-ാം തീയതി 1885 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ വയലേരി വീട്ടിൽ 1885 ഏപ്രിൽ മാസം 17-ാം തീയതി വാഗ്ഭടാനന്ദൻ ജനിച്ചു. ക്ലിയർ അല്ലേ? പാട്യം ഗ്രാമം ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ. കർഷകരുടെ മിത്രം, കാർഷിക തൊഴിലാളികളുടെ മിത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. കർഷകരുടെ മിത്രം, കാർഷിക തൊഴിലാളികളുടെ മിത്രം എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. കർഷകരുടെ മിത്രം, കർഷക തൊഴിലാളികളുടെ മിത്രം എന്നെല്ലാം അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? വാഗ്ഭടാനന്ദൻ. അപ്പോൾ ഈ വാഗ്ഭടാനന്ദൻ എന്നുള്ള പേര് നൽകിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇദ്ദേഹത്തിന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത്. അങ്ങനെയെങ്കിൽ എന്താണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം? VK ഗുരുക്കൾ, അതായത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. അതാണ് ഈ VK ഗുരുക്കൾ. ഓക്കെ. അപ്പോൾ VK ഗുരുക്കൾ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. ഈ വാഗ്ഭടാനന്ദൻ എന്ന പേര് ഇദ്ദേഹത്തിന് നൽകിയത് ആരാണ്? അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ബ്രഹ്മാനന്ദ ശിവയോഗി. ഇതുകൂടാതെ ബാലഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? വാഗ്ഭടാനന്ദൻ. ബാലഗുരു എന്ന പേരിൽ അറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. പിന്നെ വരുന്നത് മറ്റൊരു വിശേഷണം മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഗ്ഭടാനന്ദൻ. ഇത് PYQ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് പഠിക്കാം. നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വാഗ്ഭടാനന്ദൻ 1885 ഏപ്രിൽ മാസം 27-ാം തീയതി കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലെ വയലേരി വീട്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. കർഷകരുടെ മിത്രം, കർഷക തൊഴിലാളികളുടെ മിത്രം എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന പേര് ഇദ്ദേഹത്തിന് നൽകിയത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. വയലേരി എന്നത് ഇദ്ദേഹത്തിൻ്റെ വീട്ടുനാമമാണ്. ഓക്കെ, വീട്ടുപേരാണ് വയലേരി എന്നത്. അപ്പോൾ VK ഗുരുക്കൾ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ബാലഗുരുവെന്നും മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നെല്ലാം അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി വാഗ്ഭടാനന്ദനെ കുറിച്ച് പഠിക്കുമ്പോൾ ആത്മവിദ്യാസംഘം, ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ PSC ആവർത്തിച്ച പോയിന്റാണ് ആത്മവിദ്യാസംഘം. ഓക്കെ, ആത്മവിദ്യാസംഘം സ്ഥാപിച്ച വർഷം 1917. 1917 ആത്മവിദ്യാസംഘം എന്ന സംഘടന വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുന്നത്. 1917. പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് എവിടെയാണ്? മലബാർ മേഖലയിൽ, പ്രധാനമായിട്ടും വടകരയായിരുന്നു. മലബാർ മേഖലയിലായിരുന്നു വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തന മേഖല. ഓക്കെ, പ്രവർത്തന മേഖല മലബാറിലെ വടകര ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. ഇനി അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായിട്ടുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്
ആത്മവിദ്യാസംഘം എന്ന സംഘടന വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുന്നത്? അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെയുള്ള ബോധവൽക്കരണം. ഓക്കെ, ഇനി ഒരു കവിതയുടെ പേരാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി 1921 വർഷം. സ്വതന്ത്ര ചിന്താമണി എന്ന കവിത എന്തുദ്ദേശിച്ചിട്ടാണ്? ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. ഇനി ഈ ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? അഭിനവ കേരളം എന്ന പത്രം. അതാണെന്ത്? നമ്മുടെ ഈ വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം 1921. അഭിനവ കേരളം 1921. കോഴിക്കോട് നിന്നാണ് ഇതിൻ്റെ ഒരു പബ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത്. കോഴിക്കോട് നിന്നാണ് അഭിനവ കേരളത്തിൻ്റെ പബ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ, വർഷം 1921. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചിട്ടുള്ള നമ്മുടെ ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം എന്താണ്? അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. അഭിനവ കേരളത്തിൻ്റെ മുദ്രാവാക്യം ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നുള്ളതാണ്. ഇനി ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ. വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യ എന്ന പുസ്തകമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത്. ആത്മവിദ്യ. ഇനി ആത്മവിദ്യാകാഹളം എന്ന വാരികയുടെ വർഷം 1929. 1929. ഓക്കെ, ഇനി ഈ ആത്മവിദ്യാകാഹളം എന്ന വാരികയുടെ പ്രഥമ പത്രാധിപരായിരുന്നത് CP രാമനാണ്. CP രാമൻ. ഇത്രയും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ ഈ ഭാഗം ഒന്നുകൂടി നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആത്മവിദ്യാസംഘത്തെക്കുറിച്ചായിരുന്നു. 1917 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. 1917 വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന. ഇതിൻ്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ മലബാറാണ്. മലബാർ മേഖലയിലായിരുന്നു ഇതിൻ്റെ പ്രധാന പ്രവർത്തന മേഖല, പ്രത്യേകിച്ച് വടകര. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായിട്ടുള്ള ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി വാഗ്ഭടാനന്ദൻ ആരംഭിച്ച സംഘടനയാണ് ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. 1921 വർഷം. ഇനി ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത് അഭിനവ കേരളം. വർഷം 1921. 1921 കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വാരികയാണ് അഭിനവ കേരളം. അതിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആത്മവിദ്യ എന്നുള്ളത് ഇതിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന പുസ്തകമാണ്. അടുത്തൊരു പോയിന്റ് വരുന്നത് ആത്മവിദ്യാകാഹളമാണ്. ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിച്ച വാരികയാണ് ആത്മവിദ്യാകാഹളം. ഇതിൻ്റെ പ്രഥമ പത്രാധിപരായിരുന്നത് CP രാമനാണ്. CP രാമൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിഷ്കാരങ്ങളുണ്ട്. ഫസ്റ്റ് നിർഗുണോപാസന. നിർഗുണോപാസന എന്ന് വെച്ചാൽ വിഗ്രഹമില്ലാത്ത ആരാധനാരീതി എന്നാണ് അർത്ഥം. വിഗ്രഹമില്ലാത്ത ആരാധനാരീതി. വാഗ്ഭടാനന്ദൻ പ്രചരിപ്പിച്ച ആരാധനാരീതിയാണ് നിർഗുണോപാസന. അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ വിഗ്രഹ പ്രതിഷ്ഠ പോലെയുള്ള കാര്യങ്ങളോട് എതിർപ്പായിരുന്നു വാഗ്ഭടാനന്ദന്. ഓക്കെ, അപ്പോൾ വിഗ്രഹമില്ലാത്ത ആരാധനയാണ് ആര് പ്രചരിപ്പിച്ചത്? വാഗ്ഭടാനന്ദൻ പ്രചരിപ്പിച്ചത്. അതിനെയാണ് നിർഗുണോപാസന എന്ന് പറയുന്നത്. അതുപോലെ അദ്വൈത ദർശനത്തിലാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്വൈത ദർശനം. വാഗ്ഭടാനന്ദൻ വിശ്വസിച്ചിരുന്ന ദർശനം ഏതാണ്? അദ്വൈത ദർശനമാണ്.
നിർഗുണോപാസന എന്നത് വിഗ്രഹമില്ലാത്ത ആരാധനാ രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രാജാറാം മോഹൻ റോയിയാണ് അദ്ദേഹം ഒരു മാതൃകയായിട്ട് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, തൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മാതൃകയായി അദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തി രാജാറാം മോഹൻ റോയി. ഇനി വാഗ്ഭടാനന്ദൻ പ്രീതി ഭോജനം സംഘടിപ്പിച്ചത് 1927 കേട്ടോ. 1927 കോഴിക്കോടാണ് ഇദ്ദേഹം പ്രീതി ഭോജനം സംഘടിപ്പിച്ചത്. ഇത് PSC ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്, ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇനി അടുത്തത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ഇത് രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിലാണ്. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് വാഗ്ഭടാനന്ദൻ്റെ ആശീർവാദത്തോടു കൂടി ആരംഭിച്ച സംഘടനയാണ് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന് പറയുന്നത്. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം. ഇനി ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിലൊരു കർഷക സംഘടന സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിലൊരു കർഷക സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഈ സംഘടനയാണ് പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറിയത്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിലൊരു ചെറിയ സംഘടന, കർഷക സംഘടന വാഗ്ഭടാനന്ദൻ സ്ഥാപിക്കുകയും പിന്നീട് ആ ഒരു സംഘടന എന്ത് ചെയ്തു? ഈ ഒരു പേരിലേക്ക്, അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലേക്ക് മാറി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് ഈ ഊരാളുങ്കൽ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ ഫുൾ ഫോം കിട്ടിയല്ലോ അല്ലേ? ULCCS എന്താണ്? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്റ്റ് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൊസൈറ്റിയുടെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രഥമ വാഗ്ഭടാനന്ദ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായരാണ്. അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഉണ്ട്. ആ സൈബർ പാർക്കിന്റെ പേര് UL സൈബർ പാർക്ക് എന്നാണ്. UL സൈബർ പാർക്ക് അത് വരുന്നത് കോഴിക്കോടാണ് കേട്ടോ. UL സൈബർ പാർക്ക് കോഴിക്കോടാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പാർക്ക് ഏത്? UL സൈബർ പാർക്ക് കോഴിക്കോട്. എക്സാക്ട് പ്ലേസ് നെല്ലിക്കോട്. അത് ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയാണ്. 2016 ഫെബ്രുവരി 27 UL സൈബർ പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. ഇനി 2019 ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൽ അംഗത്വം ലഭിച്ച സംഘടനയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. 2021 ആനുവൽ വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ റിപ്പോർട്ടിന്റെ 10th എഡിഷനിൽ വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരുമാനമുള്ള രണ്ടാമത്തെ സ്ഥാപനമായിരുന്നു ഈ ULCCS എന്ന് പറയുന്നത്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. റാങ്ക് ഫയൽ ഫാക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഊരാളുങ്കർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആരെ ഓർക്കണം നമ്മൾ? വാഗ്ഭടാനന്ദനെ ഓർക്കണം. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സംഘമായിരുന്നു ഊരാളുങ്കർ ഐക്യനാണയ സംഘം എന്ന് പറയുന്നത്. പിന്നെ ഊരാളുങ്കർ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന പേരിൽ മറ്റൊരു കർഷക സംഘടന കൊണ്ടുവന്നു. അതാണ് പിൽക്കാലത്ത് ULCCS അല്ലെങ്കിൽ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും. ഇനി നമുക്ക് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് റാങ്ക് ഫയൽ ഫാക്ട്സ് നോക്കാം. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം നോക്കാം. മലബാറിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണത്തിന് അനുയോജ്യമായ പശ്ചാത്തലമൊരുക്കിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. മലബാറിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണത്തിന് അനുയോജ്യമായ പശ്ചാത്തലമൊരുക്കിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നുതന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. എല്ലാ മതങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ഒന്നുതന്നെയാണെന്നും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രസക്തിയില്ല എന്നും അഭിപ്രായപ്പെട്ട
കാവി ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ ഒരേ ഒരു നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. പിന്നെ നമ്മൾ നിർഗുണോപാസന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വിഗ്രഹങ്ങൾ ആരാധിക്കേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ്. വിഗ്രഹങ്ങൾ വേണ്ട, ആരാധനയ്ക്ക് വിഗ്രഹങ്ങളുടെ ആവശ്യമില്ല എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. നിർഗുണോപാസന എന്ന ആരാധന രീതിയാണ് അവലംബിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ഇളനീരാട്ടം തെറ്റാണ് എന്ന് വാദിച്ച, അതായത് ഒരു ആചാരമാണ് കേട്ടോ. ഇളനീരാട്ടം എന്നത് ഒരു ആചാരമാണ്, അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ വാഗ്ഭടാനന്ദൻ. അത് അദ്ദേഹത്തിൻ്റെ കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയിലാണ് അദ്ദേഹം ഇങ്ങനെ ഈ ഒരു ഇളനീരാട്ടം പോലുള്ള ആചാരങ്ങൾ തെറ്റാണ് എന്ന് ഇദ്ദേഹം വാദിക്കുന്നത്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന ഇദ്ദേഹത്തിൻ്റെ കൃതിയിലാണ്. അതുപോലെ വാഗ്ഭടാനന്ദൻ 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ ഒരു സംസ്കൃത പഠന കേന്ദ്രവും കോഴിക്കോട് കൊണ്ടുവരുന്നുണ്ട്. തത്വപ്രകാശിക ആശ്രമം എന്നുള്ളത് ഇദ്ദേഹം വാഗ്ഭടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ്. കൂടാതെ തന്നെ ജനപാഠശാലകളൊക്കെ ഇദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ഏറ്റുമാറ്റ്, അതും ഒരു സാമൂഹിക അനാചാരമാണ്. അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടും ശ്രമിച്ച ഒരു നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഏറ്റുമാറ്റ് എന്നത് ഒരു സാമൂഹിക അനാചാരമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. ഏറ്റുമാറ്റ് എന്നുള്ളത് ഒരു സാമൂഹിക അനാചാരമാണ്. ഇളനീരാട്ടവും ഈ പറഞ്ഞ പോലെ ഒരു ആചാരമാണ്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. കരിവള്ളൂരിൽ നടന്ന അഭിനവ ഭാരത് യുവക് സംഘത്തിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന വ്യക്തി വാഗ്ഭടാനന്ദനാണ്. 1936 കരിവള്ളൂരിൽ അഭിനവ ഭാരത യുവക് സംഘത്തിന്റെ സമ്മേളനം നടക്കുന്നത്, ആദ്യ സമ്മേളനം. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്ന വ്യക്തി വാഗ്ഭടാനന്ദനാണ്. അതുപോലെ വാഗ്ഭടാനന്ദന്റെ പേരിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തി ഭോജനം എന്ന കൃതി രചിച്ചത് ആർ ബാലകൃഷ്ണനാണ്. വാഗ്ഭടാനന്ദനെ കുറിച്ച് പന്തിഭോജനം എന്ന കൃതി രചിച്ചത് ആർ ബാലകൃഷ്ണൻ. പിന്നെ സുകുമാർ അഴീക്കോട് വാഗ്ഭടാനന്ദനെ പരാമർശിച്ചുകൊണ്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് തത്വമസി എന്ന പുസ്തകമാണ്. ആ ഒരു പുസ്തകത്തിൽ ഇദ്ദേഹം എന്താണ് വാഗ്ഭടാനന്ദനെ കുറിച്ച് പറഞ്ഞതെന്ന് നോക്കാം. വാഗ്ഭടാനന്ദൻ ഒരു ആർഷ്യ സന്യാസിയായിരുന്നു. ആചാര സന്യാസി ആയിരുന്നില്ല. വാഗ്ഭടാനന്ദൻ ഒരു ആർഷ സന്യാസിയായിരുന്നു, ആചാര സന്യാസിയായിരുന്നില്ല എന്ന് സുകുമാർ അഴീക്കോട് തൻ്റെ തത്വമസി എന്ന കൃതിയിലൂടെ വാഗ്ഭടാനന്ദനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഇനി മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന കൃതി രചിച്ചത് സ്വാമി ബ്രഹ്മവ്രതൻ മഹർഷി വാഗ്ഭടാനന്ദ ഗുരുദേവൻ എന്ന കൃതി രചിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഗ്ഭടാനന്ദൻ്റെ പുത്രനാണ് VS ഹർഷവർദ്ധൻ. അപ്പോൾ ഇദ്ദേഹം എഴുതിയിട്ടുള്ള കൃതിയാണ് ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ചത് VS ഹർഷവർദ്ധനാണ് കേട്ടോ. ഈ ഇടമറുക് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആരാണെന്നൊന്ന് കമന്റ് ബോക്സിൽ പറയാമോ? ഇടമറുക് എന്നറിയപ്പെടുന്നത് ആരാണെന്ന്. ഭഗവത്ഗീതയും ഇടമറുകും എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദന്റെ പുത്രനായിട്ടുള്ള VS ഹർഷവർദ്ധനാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കോട്ടുകളുണ്ട്. ആ കോട്ടുകളിലേക്ക് കുറച്ച് ഉദ്ധരണികളുണ്ട്, അതിലേക്ക് വരാം. അതായത് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അഭിനവ കേരളം 1921 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച അഭിനവ കേരളത്തിന്റെ മുദ്രാവാക്യമായിരുന്നു ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. അപ്പോൾ അത് ഇദ്ദേഹത്തിന്റെ ഉദ്ധരണിയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരെണ്ണമുള്ളത്, 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. അല്ലേ, വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. 4 അണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. പിന്നെ മറ്റൊരു കോട്ടാണ്, നിങ്ങളുള്ളപ്പോഴും അധർമ്മമുള്ളപ്പോഴും അന്തം പൊരുതുക. എന്നുള്ള ഉദ്ധരണിയും ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊന്ന് നോക്കാം. കുറച്ച് കൃതികളൊക്കെ അപ്പോഴായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് പഠിക്കാം. ആദ്യം ആത്മവിദ്യ എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്. അതുപോലെ മറ്റൊരെണ്ണാണ് ആത്മവിദ്യാലേഖമാല. ആത്മവിദ്യാലേഖമാല.
ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, പിന്നെ കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, പ്രാർത്ഥനാഞ്ജലി, അധ്യാത്മയുദ്ധം, ഈശ്വര വിചാരം, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. കൂടാതെ ഇനി പ്രധാനപ്പെട്ട മാസികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാസികകൾ എന്ന് പറയുമ്പോൾ യജമാനൻ, പല തവണ PSC ചോദിച്ചതാണ് ഈ യജമാനൻ എന്ന മാസികയെക്കുറിച്ച്. യജമാനൻ, നമ്മൾ സഹോദരൻ അയ്യപ്പൻ പഠിക്കുമ്പോൾ അവിടെ വേലക്കാരൻ എന്നൊരു പത്രം പഠിക്കുന്നുണ്ട്. അപ്പോൾ യജമാനൻ എന്ന് പറയുന്ന ഒരു മാസിക അത് 1939 ആരാണ് ഈ ഒരു മാസിക കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം യജമാനൻ എന്ന മാസിക 1939, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം, ഇതൊക്കെ പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ മാസികകളാണ്. ഒന്നുകൂടെ നോക്കാം. ശിവയോഗ വിലാസം എഴുതാം കേട്ടോ. ശിവയോഗ വിലാസം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് എഴുതുന്നത്. ശിവയോഗ വിലാസം. പിന്നെ വരുന്നത് അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം. ആത്മവിദ്യാ കാഹളത്തിൻ്റെ വർഷം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, 1929. അഭിനവ കേരളത്തിൻ്റെ വർഷം 1921. ശിവയോഗ വിലാസം 1914. ഓക്കെ. അപ്പോൾ യജമാനൻ, ശിവയോഗ വിലാസം, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം ഇതെല്ലാം വാഗ്ഭടാനന്ദൻ്റെ മാസികകളാണെന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ യജമാനൻ എന്ന മാസിക ആരംഭിക്കുന്നത് കോഴിക്കോട് നിന്നാണ് കേട്ടോ. കോഴിക്കോട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വേലക്കാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. വേലക്കാരൻ എന്ന പത്രം, അത് പത്രമാണ്. അത് സഹോദരൻ അയ്യപ്പൻ്റെയാണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ്റെയാണ്. 1933 സഹോദരൻ അയ്യപ്പൻ ചെറായിയിൽ നിന്ന് ആരംഭിച്ച പത്രമാണ് വേലക്കാരൻ. അപ്പോൾ യജമാനൻ പഠിക്കുമ്പോൾ അവിടെ വേലക്കാരൻ കൂടി ഓർത്ത് വെച്ചേക്കുക. അത് നമ്മൾ സഹോദരൻ അയ്യപ്പൻ പഠിക്കുമ്പോൾ ആ ഭാഗത്ത് പറയും. ഓക്കെ. സഹോദരൻ അയ്യപ്പൻ്റെ പത്രം ആണ് വേലക്കാരൻ. ചെറായി നിന്നാണ് അതിൻ്റെ പബ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ. അപ്പോൾ യജമാനൻ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മലബാറിൽ ആത്മവിദ്യാ സംഘത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ ബഹുമാനാർത്ഥം പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു മാസികയാണ് യജമാനൻ. മലബാർ ആത്മവിദ്യാ സംഘത്തിൻ്റെ രക്ഷാധികാരി, നമ്മൾ പറഞ്ഞല്ലോ ഈ ആത്മവിദ്യാ സംഘം കൂടുതൽ സ്പ്രെഡ് ആയിരുന്നത് മലബാർ ഏരിയയിലായിരുന്നു, പ്രത്യേകിച്ച് വടകര ഭാഗത്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ മലബാർ ആത്മവിദ്യാ സംഘത്തിൻ്റെ രക്ഷാധികാരിയായിരുന്ന കല്ലിയത്ത് ചാത്തുക്കുട്ടി നമ്പ്യാരുടെ ബഹുമാനാർത്ഥം പ്രസിദ്ധീകരണം ആരംഭിച്ച ഒരു മാസികയാണ് ഏത്? യജമാനൻ എന്നത്. 1939. യജമാനൻ, ശിവയോഗ വിലാസം, അഭിനവ കേരളം, പിന്നെ വരുന്നത് ഏതാണ്? ആത്മവിദ്യ കാഹളം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ വാഗ്ഭടാനന്ദൻ്റെ സ്മരണാർത്ഥം സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വാഗ്ഭടാനന്ദ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? കോഴിക്കോട് വടകരയിലാണ്. അതായത് ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്ന മേഖലയാണ് മലബാർ മേഖല. അപ്പോൾ അവിടെ വടകരയിലായിരുന്നു വാഗ്ഭടാനന്ദൻ്റെ സ്മരണാർത്ഥം സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വാഗ്ഭടാനന്ദ പാർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഓർത്ത് വെച്ചേക്കുക. പിന്നെ മറ്റൊരു പോയിന്റ് നമ്മുടെ റാങ്ക് ഫയലിലൊക്കെ പറയുന്നത് 1932 ആത്മവിദ്യാ മഹോത്സവം പുന്നപ്രയിൽ നടന്നിട്ടുണ്ടായിരുന്നു എന്നൊരു പോയിന്റ് കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു സിലബസിൽ നമുക്ക് തന്നിരിക്കുന്ന കേരള നവോത്ഥാനം എന്ന ഏരിയയിൽ റിമൈൻഡ് ചെയ്യുന്ന ഒരേ ഒരു ടോപ്പിക്ക് സഹോദരൻ അയ്യപ്പനാണ്. അത് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ പഠിക്കും. അതോടുകൂടി കേരള നവോത്ഥാനം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് സ്റ്റഡി പ്ലാനുകളൊക്കെ യൂസ് ചെയ്യുക. വീക്ക്ലി എക്സാംസ് ഒക്കെ എഴുതുക കേട്ടോ. താങ്ക് യു ഓൾ.